പതുക്കെ ചവിട്ട്. നിന്നോട് എന്റെ നെഞ്ഞത്തി ചവിട്ടാനല്ല പറഞ്ഞേ. ഇറങ്ങൂ. പൈസ നാളെ തരാം. നാളെ ഇതാണ് ഞങ്ങളുടെ നാടക മുതലാളി. ഈ കാലനോ? കാലനല്ല, ഇത് പുള്ളിയുടെ കാല. നീലാമരട്ടോ ഏട്ടാ, നീ കയ്യൊന്ന് പിടിച്ചേ. കഞ്ഞോണ്ടാ, നീ എവിടെയാ പിടിക്കണേ? കയ്യി പിടിക്കടാ. ഇതാണ് കൂത്താട്ടുകുളം രജനി. ഇത് ഇരിങ്ങാലക്കുട നീലാംബരൻ, ഞങ്ങളുടെ നീലേട്ടൻ. നമസ്കാരം. നമസ്കാരം. രജനി സംവിധാനം പുള്ളി തന്നെയാ. ഇത് രജനിയുടെ ബന്ധത്തിൽപ്പെട്ട അമ്മാവനാ, ആലങ്കോട് വാസു. കേട്ടിട്ടില്ലേ? പഴയ നാടകക്കാരനാ. രാജാപ്പാട്ട് രംഗതുരൈ അല്ലേണ്ണാ. അപ്പൊ പച്ചേട്ടോ? പച്ചേട്ടനല്ല, നീലേട്ടൻ. നീലട്ടോ, അഡ്വാൻസ് കിട്ടിയില്ലല്ലോ. ആർത്തി കാണിക്കണ്ടിരിക്കും തരും. ആർത്തി കാണിക്കല്ല, വന്ന ഓട്ടോറിക്ഷ പോയോ? എന്തിനാ തിരിച്ചു പോകാൻ? എന്തൊരു പാടപ്പാ. എന്തൊരു പാടപ്പാ? എന്തും പറഞ്ഞ കൂട്ടിക്കൊണ്ടുവന്ന് പകരത്തിന് അഭിനയിച്ച ഡബിൾ ചാർജ് തരാന്ന് പറഞ്ഞോ? കാരണം അഡ്വാൻസിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇയാളെ തന്നെ തൊള്ളൊളിക്കണേ. എനിക്കറിയാൻ പാടില്ല. അതിരിക്കട്ടെ, ആരാ ഹീറോ? ഉപ്പള രായപ്പൻ. ഉപ്പള്? അയാൾ എപ്പോഴാ വരിക? എപ്പോഴാ വരണ്ടേ? എപ്പോഴാ വരണ്ടേ? എപ്പോഴെങ്കിലും വന്നോട്ടെ. വാസുട്ടൻ കേട്ടിട്ടില്ലേ? ഈ വർഷത്തെ അവാർഡ് കിട്ടിയ ആത്മഹത്യാ മുനമ്പില് റൊമാന്റിക് ഹീറോയാണ്. ഏത് സ്റ്റേജിൽ ചെന്നാലും. ചെരുപ്പേർ കിട്ടുവോ? അല്ല, പെമ്പിള്ളേരെ ഓട്ടോഗ്രാഫ് അടിഞ്ഞിട്ട് വരികയല്ലേ. എന്താ അവന്റെ ഒരു ഗ്ലാമർ. ഗ്ലാമർ അത് വിട്. ഏത് വിടാൻ? നിനക്ക് സൗകര്യമുള്ളത് വിട്. നീ ഗ്ലാമറിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്റെ ആദ്യകാല ഘട്ടത്തില് 1977 അല്ലേ മോള് കേട്ടില്ലേ? മാമന്റെ ഈ രണ്ട് ഭാഗത്തും അത് എപ്പോഴും ഉണ്ട് കുറേശ്ശെ. എന്നാ നിർത്തിയ എന്താ കഥ? ഗതയോ? ഗതയല്ല, കഥ. കഥ എന്താ? ചേച്ചി കഥയൊന്നുമില്ല, കഥയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കഥ. ഇതിൽ വ്യക്തികളില്ല, വ്യക്തികളുടെ രൂപരേഖകൾ മാത്രം. അതെ. വാചക കസർത്തൊന്നും എനിക്ക് കേൾക്കണ്ട, അത് ഓഡിയനോട് പറഞ്ഞാൽ മതി. എന്റെ കൊച്ചുകളോളെന്താ, അതിന്റെ രൂപരേഖ എന്താ, അതാ എനിക്കറിയേണ്ടത്. അതെ, ഈ നാടകത്തിലെ ഒരേ ഒരു ഹീറോയിനാണ് രജനി. അമ്മാവൻ ചുമ്മാതങ്ങനെ പറയുന്നേ ഉള്ളൂ, കാര്യാക്കണ്ട. ചില മനുഷ്യർ ശുദ്ധഗതിക്കാരായിരിക്കാം. വിവരക്കേടുകൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ അത് കണക്കിലെടുക്കാറില്ല, അല്ലേ? വാ, ക്യാമ്പിലേക്ക് ഇരിക്കാം. അവിടെ ക്യാമ്പിൽ ആട്ടുംപാല് കിട്ടുമോ? മോള് ലേഹ്യം കഴിക്കുന്നുണ്ട്. കിട്ടും കിട്ടും. ആട്ടുംപാല് കിട്ടുമെന്ന് ഈ മുള്ളും കെട്ടപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അത് പോവില്ല, പശ വെച്ച് ഒട്ടിച്ച പോലെയാ ശവം. പിന്നൊരു കാര്യം ഉണ്ടോ, ആ പെണ്ണ് പാവ. അത്ര പാവൊന്നല്ല, അവളെ മൂക്കുമ്പോ വെക്കന്റെ കണ്ണട നിറം തരാല വെച്ചേക്കണേ. അത് ഈ നാടകക്കാര് തന്നെ തലയെ കയറ്റി വെച്ചതാ. ചേട്ടൻ പേടിക്കണ്ട, 2 ദിവസം കഴിയുമ്പോ ഞാൻ ഇറക്കിക്കോളാം. രജനി ചൈത്ര രജനി സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ല ഒരു കാര്യത്തിനും ഞാൻ. അപ്സരസ്ഥാനന്റെ ദൃഷ്ടി മോണ മാത്രമുണ്ട്. അതെ, കഥാപ്രസംഗത്തിന് ജയിക്കാൻ നിങ്ങളുടെ ഈ നാടകത്തിനെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങളുടെ ഈ 10-12 ആളുകൾ തട്ടേ കിടന്ന് കെട്ടിമറന്നിട്ടു കാണികളെ ശരിക്ക് പിടിച്ചിട്ടാൻ പറ്റുന്നുണ്ടോ? എന്നാൽ സാമ്പശിവൻ ഒരാൾ വാ തുറന്നാൽ ജനങ്ങളുടെ ഇടയിൽ പൂയി വാരിട്ടാൽ അറിയും. അത്ര കണ്ട് സൈലന്റ്. കഥാപ്രസംഗത്തിന്റെ കാലമല്ല പോയില്ലേ കൃഷ്ണേട്ടാ? അതൊക്കെ വെരി ഓൾഡ് കലാരൂപമല്ലേ? ദേ വന്നല്ലോ. അപ്പൊ ഗവൺമെന്റ് മറന്നില്ലല്ലോ. ആള് വന്നു, ഞാനാ കൊണ്ടുവന്ന്. നമസ്കാരം. അതെ, ഞാനേ ഡസ്റ്റിമൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടോന്ന് കരുതി. അതെന്താന്നറിയോ, ഇവൾക്ക് ഈ ന്യൂമോണിയ വന്നതിന് ശേഷം ഇവൾ കുറച്ച് തടിച്ചു പോയി. ഇവൾ ഇപ്പം ഡയോളിലാ, അല്ലേ മോളെ? ഡയോണിലേ പ്രമേഹത്തിന് കഴിക്കുന്ന ഒരു ഗുളിക, ഡയറ്റിംഗ്. ഈ നാട്ടുമ്പുറത്തൊക്കെ ഡയറ്റിംഗ് എല്ലാമാവൻ. അതാരാണ് ആട്ടുംപാലി? അതിന് ഞാനില്ലേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക, ഇതാണ് രജനി കൂത്താട്ടോളം. നമസ്കാരം. രജനിക്ക് ഇവരാരെങ്കിലും മുമ്പ് പരിചയമുണ്ടോ? ഇല്ല.
ഞാൻ 1 വർഷമല്ലേ ആയുള്ളൂ ഫീൽഡിൽ വന്നിട്ട്. ആണോ? അല്ല പെണ്ണ്, അല്ല ഇതില് ആരാണാവോ ഉപ്പള രാജപ്പൻ? ആരാണ് ഉപ്പള രാജപ്പൻ? നല്ല സാധനം. ഹലോ, ആ, അതറിയോ? അതെ, അവോൾഡാറിയോ എല്ലാം കഴിഞ്ഞതാ രായപ്പ. ഇത് കേട്ടോ. അല്ല ഈ ഉപ്പളയാണോ പെമ്പിള്ളേര് ഓട്ടോഗ്രാഫ് ആയിട്ട് പൊതിഞ്ഞെന്ന് പറഞ്ഞത്? ഞാന് എന്റെ ലവ് സീൻസിന്റെ ഡയലോഗ്സ് ഒന്ന് നോക്കട്ടെ. അല്ല, നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? അതെ, പരിചയപ്പെടലൊക്കെ നമുക്ക് ഇനി ആവാം. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. നമുക്ക് ഉടനെ റിഹേഴ്സൽ തുടങ്ങണം. നാളെ നാടകമുള്ളതാ. ജയ, നീ വേഗം script എടുത്ത് കൊടുത്തേ. പിന്നെ നമ്മളെ മനസ്സിലായില്ലല്ലോ. ആ, ഞാനാണ് ഈ ആലങ്കോട് വാസു. കുട്ടിയുടെ വാരായിട്ട് വന്നതാണല്ലേ? നമ്മൾ ഇവിടുത്തെ ആരാ? ഞാനിവിടുത്തെ ഒരു ഒരു വാലി പോട്ടതന്തേ ആട്ടുമാലി കാര്യം എന്തായി? ഞാനിവിടെ ഇല്ലേ, ആ. എല്ലാം ശരിയാക്കാം. ഓരോന്നിങ്ങനെ അന്തം വിട്ട് നോക്കി മോളും കൊണ്ട് വാ. മാറി, കണ്ണാടി മാറി, വെച്ചോ. മാറി. ഞാൻ പിടിച്ചോളാം. ഇങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. നിങ്ങളൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് മാറിയ വെക്കല്ലേ. വാ മോളെ. രജനിയും രാജപ്പനും കാമുകി കാമുകന്മാരാണ്. കാമുകനിൽ നിന്നും രജനിയെ പിരിക്കാൻ അവളുടെ ഭർത്താവ് ഗുണ്ടകളെ അയച്ച് രജനിയുടെ കാമുകനെ ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് എടാ മോനെ ഇപ്പളേ നീ ശരിക്കും കയറി പ്രേമിക്കല്ലേ, ഈ അമ്മാവന്റെ വയറ്റത്തടിക്കല്ലേ. രജനി, അപ്പൊ നമുക്ക് ആരംഭിക്കാം. രാജപ്പ, നീ ഡയലോഗ് പറ. എന്നെ പോലൊരു പാവപ്പെട്ടവന്റെ പ്രേമത്തിന് കടുകിട പോലും വില കൽപ്പിക്കാത്ത കാട്ടാളന്മാർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കൊന്നിച്ച് ജീവിക്കുവാനാവില്ല സുനന്ദേ, ഒന്നിച്ച് ജീവിക്കുവാനാവില്ല. പ്രഭേട്ടാ, സുനന്ദ, എന്നെ മറന്നേക്കൂ. ഭർത്താവ് മതിച്ച് സുഖമായി ജീവിക്കൂ. ആ മനുഷ്യനോട് കൂടിയുള്ള ജീവിതം ഞാൻ മടുത്തു പ്രഭേട്ടാ, ഞാൻ മടുത്തു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അയാൾക്ക് എന്നെ സംശയമാണ്. പ്രഭേട്ടൻ ഈ നിമിഷം എന്നെ വിളിച്ചാൽ അടുത്ത നിമിഷം ആ മനുഷ്യനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡെൽസ്റ്റാറിന്റെ മുമ്പിൽ വെച്ച് ഒരു താലിച്ചരട് വാങ്ങി എന്റെ കഴുത്തിൽ കെട്ടു പ്രഭേട്ടാ, എന്റെ കഴുത്തിൽ കെട്ടു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രജനി, അതെ, ഇങ്ങനെ പോരാ. കുറച്ചും കൂടി ഇമോഷൻ ആവണം. കാമുകനല്ലേ, കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് വേണം. നല്ല ഫീലിങ്സേ. ഇതിപ്പോ റിഹേഴ്സലല്ലേ, റിഹേഴ്സൽ ഇത്രയൊക്കെ മതി. അല്ലെങ്കിൽ ഈ ഉപ്പളിന്റെ മൊന്തണ്ട് ആർക്കാർ ഫീലിങ്സില്ല. ആർട്ടിസ്റ്റിന്റെ മൂഡ് നിങ്ങൾ ഔട്ടാക്കരുത്. ഒലക്കട കൂട്. രാജപ്പൻ, സമാധാനിക്കും. റിഹേഴ്സൽ നടക്കട്ടെ. പ്ലീസ്, കുറച്ചു നേരം മിണ്ടാതിരിക്കണം. ഇത് അസംബ്ലി അല്ല, റിഹേഴ്സൽ ക്യാമ്പാ. ഔ, ഞാൻ ആദ്യമായിട്ടാണല്ലോ റിഹേഴ്സൽ ക്യാമ്പിൽ വരണത്. രജനി, ഡയലോഗ് പറഞ്ഞേ. അതൊക്കെ അവള് പറയും, മണി പോലെ പറയും. ആ, പറഞ്ഞോളൂ മോളെ. പ്രഭേട്ടൻ ഈ നിമിഷം എന്നെ വിളിച്ചാൽ അടുത്ത നിമിഷം ആ മനുഷ്യനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡേസ്റ്റാറിന്റെ മുമ്പിൽ വെച്ച് ഒരു താലിച്ചരട് വാങ്ങി എന്റെ കഴുത്തിൽ കെട്ടും, എന്റെ കഴുത്തിൽ കെട്ടും. സുനന്ദേ, ആ ബാലു, ഈ സുശീലയ്ക്ക് പകരം വന്ന ആളിനെ കണ്ടില്ലല്ലോ. രജനി, വാ വാ. ഇത് മിസ്റ്റർ ബാലചന്ദ്രൻ. ഹലോ. ആകാശവാണിയിലെ അനൗൺസറാ. ഈ വീടിന്റെ ഓണറും എല്ലാത്തിനും ഉപരി എന്റെ മരുമകൻ കൂടി. എന്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ കാണിക്കുന്നത്? ഇയാൾ ആരാണെന്ന് സാറിന് അറിയാമോ? എന്റെ ജീവിതം, എന്റെ അച്ഛൻ, എല്ലാം നഷ്ടപ്പെട്ടത് ഇയാള് കാരണം. ഇയാളെ ഞാൻ വെറുതെ വിടില്ല. നിന്നോട് വിടാനാ പറഞ്ഞു. ഇവൻ ആരാണോന്ന് വിചാരിച്ചേ? എന്നെ നശിപ്പിച്ച ചതിയനാണ് ഇയാൾ.
ഞാൻ ആ പെണ്ണിനെ കാണുന്നു തന്നെ. എന്തു എന്നെ സംശയിക്കരുത്. അങ്ങനെ പറയില്ലേ ബാലോട്ട, ഞാൻ സംശയിക്കൂ? അവൾക്ക് ഭ്രാന്തായിരിക്കും. എന്നാലും എന്തിനായിരിക്കും ആ പെണ്ണൊന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനൊരു നാടകം കളിക്കാൻ വേണ്ടി ആ പെണ്ണിനെ വേഷം കെട്ടിച്ചയക്കാൻ എനിക്ക് ശത്രുക്കൾ ആരുമില്ലല്ലോ. ബാലോട്ടിന് എന്തിനു വിഷമിക്കണേ? ഇതൊന്നും സാരാക്കണ്ട കേട്ടോ.